കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഇഷ്ടമായിട്ടോ സമ്മതമായിട്ടോ അല്ല ഞാൻ ഈ അണിഞ്ഞിരിക്കുന്ന. എന്താ അമ്മ, വിവാഹവേഷം, അതിനു വേണ്ടിയുള്ള ആഭരണങ്ങൾ, ഇതെല്ലാം ചുമ്മാ വാരി ചുറ്റി റിഹേഴ്സൽ നടത്താനുള്ളതല്ല. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വസ്ത്രം, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അണിയാനുള്ളത്. ഒരിക്കൽ മാത്രം ഉടുക്കാനുള്ളതാണ് കല്യാണ സാരി എന്ന് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണോ? ആദ്യമായി ഇത് അണിയുകയും അത് മുടങ്ങുകയും ചെയ്തതിന്റെ പേരിലാണോ ഞാൻ സന്തോഷിക്കേണ്ടത്? മോളെ, നാണക്കേട് കാരണം മുഖം കുനിഞ്ഞു പോവാ എനിക്ക്. കുറച്ചു പേരെങ്കിലും എല്ലാം അറിഞ്ഞു കാണുമല്ലോ. ഇനി അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുന്ന അമ്മ പറ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. അതിന് നീ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ മോളെ? അമ്മയോടല്ല, എന്നോട് തന്നെ എന്റെ ദേഷ്യം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ എല്ലാവരുടെയും വാക്ക് കേട്ട് ഞാൻ ലാഘവ ബുദ്ധിയോടെ എടുക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാ ഇങ്ങനെ കോമാളി വേഷം കെട്ടി നിൽക്കേണ്ടി വന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഒന്നോർത്താ ആരും തെറ്റുകാരല്ല. നന്ദഗോപനെ തെറ്റു പറയാൻ പറ്റില്ല. ഗംഗ കാണിച്ച അവിവേകം കാരണമാ എല്ലാം സംഭവിച്ചത്. നിന്റെ പ്രയാസം നീ പറഞ്ഞു. ഈ വീട്ടിലെ കാര്യം മോളൊന്ന് ആലോചിച്ചു നോക്ക്. നിനക്കുണ്ടായ നാണക്കേട് തൽക്കാലത്തേക്കേ ഉള്ളൂ. എല്ലാരും പിന്നതങ്ങ് മറക്കും. എന്നാൽ ഇവിടെയോ? മാഷി ശാരദേട്ടത്തെ എന്ത് ചെയ്യും? എങ്ങനെ സഹിക്കും? അതുമായി തട്ടിച്ചു നോക്കുമ്പോ മോക്കുണ്ടായ വിഷമം ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. എല്ലാം ഇങ്ങനെയൊക്കെ അവസാനിച്ചതിൽ സമാധാനിക്കുക വേണ്ടത്. അവിടെ 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 നിർത്തിക്കും. എത്രയായി? 80. 30 രൂപ പോരെ? പോരാ. എന്നാ പിടി. അങ്ങനെ കറുവാപ്പസി എന്തോന്ന് വീട്ടിലെത്തിന്ന് പറഞ്ഞതാണ്ടേ. ആ പോട്ട് 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 പോട്ട്. ആ ചേട്ടൻ വന്നോ? വരണ്ടായിരുന്നോ? ഗിരിയേട്ടൻ പോയോ ചേട്ടാ? പോയെന്നോ? ഒരു വിധത്തിൽ പറഞ്ഞയച്ചു. ട്രെയിൻ കൂകിപ്പാഞ്ഞു പോയപ്പോഴേ ഞാൻ സുലോചനെ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. ഗിരി പോയെന്നല്ലാതെ വിശദമായിട്ട് പവിത്രനൊന്നും പറഞ്ഞില്ലല്ലോ. പറയാം. അളിയനെ യാത്രയാക്കാൻ അകമ്പടിയായി ഞാൻ പോകണമെന്ന് അമ്മച്ചി പറഞ്ഞപ്പോ ഞാൻ അതത്ര ഗൗരവമായി എടുത്തില്ല. പക്ഷേ പോയത് നന്നായി. സകല അടവും അഭ്യാസവും ഗിരി വയറ്റി നോക്കി. എന്തിന്? പോകാതിരിക്കാൻ. ആ ഇവിടുന്ന് സോളമന്റെ വീട്ടിൽ ചെന്നതും വയറ്റിന് സുഖമില്ലെന്നും പറഞ്ഞ് ഒരൊറ്റ കിടപ്പ. ഞാൻ വിടുവോ? കുറുകുറാന്നൊരു കട്ടൻ ചായ ഉണ്ടാക്കി നാരങ്ങ ഞവിടി ഞാനങ്ങ് കൊടുത്തു. അങ്ങനെ വയറിന്റെ പ്രശ്നം പാളി. നേരം വൈകിയപ്പോ ഒടുക്കത്തെ തലവേദന എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി. നമ്പര് ഞാനെന്ത് ചെയ്തു?
അമൃതാഞ്ജനും വിക്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നെറ്റിക്ക് തേച്ച് പിടിപ്പിച്ചു. അതോടെ അളിയന് കാര്യം മനസ്സിലായി, എന്റെ അടുത്ത് അടവ് നടക്കില്ല എന്ന്. അതോടെ അളിയൻ മറ്റൊരു പ്ലേറ്റ് മാറ്റി. ഗൾഫ് നാടുകളിലെ തൊഴിൽ പ്രശ്നത്തെക്കുറിച്ചും സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചും പ്രഭാഷണം അങ്ങോട്ട് തുടങ്ങി. എല്ലാം കേട്ട് തലയാട്ടി ഒടുവിൽ ഞാനൊരു പ്രസ്താവന. അളിയ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. എന്ന് വെച്ചാൽ എന്തുവാ? ഒരു പുല്ലും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാ ഇത്തിരി പിണ്ണാക്കെങ്കിലും ഉള്ളത്. അത്രയേ ഉള്ളൂ. അങ്ങനെ അളിയൻ സറണ്ടറായി. എന്നാലും ഫുൾ ടൈം ഞാൻ കൂടെ നിന്നു. അളിയനെ ട്രെയിനിൽ കയറ്റുന്നതുവരെ ഇടവും മലവും ഞാൻ വിട്ടില്ല. അങ്ങനെ ബുദ്ധിപൂർവ്വം ഒരു കളി കളിച്ചിട്ടാ പവിത്രൻ ഇവിടെ വന്ന് നിൽക്കുന്നേ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ കാണാമായിരുന്നു. എസ്കോട്ട് എന്നും പറഞ്ഞ് പോയവനെ ട്രെയിനിൽ ബോംബെയിലോട്ട് കയറ്റി അയച്ചിട്ട് അളിയ ഇവിടെ വന്ന് നിന്നേനെ. അങ്ങനെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം പവിത്രൻ ചെയ്തല്ലോ. അവസരം എന്താ, ഇനിയും ചെയ്ത് കാണിക്കാം. ഗിരിയുടെ കൂട്ടുകാരൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നില്ലേ? അതല്ലേ രസം. പുള്ളിക്ക് ആഫീസിൽ ദുരിശപ്പണി ഉണ്ടെന്ന് പറഞ്ഞ് യാത്രയപ്പിനും വന്നില്ല. പക്ഷേ ആളിയൻ പോയി കഴിഞ്ഞപ്പോ ഓടിപ്പിടിച്ചോണ്ടൊരു വരവ്. ദേ കൂടെ ഒരു പെണ്ണ്. പെണ്ണോ? അതേന്ന്. ഗിരി എവിടെ, വണ്ടി വന്നോ, ഏത് പ്ലാറ്റ്ഫോമാ, വണ്ടി പോയോ എന്ന് വേണ്ട തുരുതുരാ കുറെ ചോദ്യങ്ങൾ. അപ്പോഴേക്കും ട്രെയിൻ എന്റെ വാട്ടിന് പോയി. അവരെന്തിനാ ഗിരിയേട്ടനെ അന്വേഷിച്ചു വന്നത്? ആ ചേട്ടൻ ചോദിച്ചില്ല ആരാണെന്ന്? പിന്നെ ചോദിക്കാതെ. പക്ഷേ വ്യക്തവും ശക്തവുമായൊരു ഉത്തരം തന്നില്ല സോളമൻ. സുലോചനയ്ക്ക് എന്തെങ്കിലും ബലമായ സംശയം തോന്നുന്നുണ്ടോ? എന്ത് സംശയം? എന്നാൽ എനിക്ക് ബലമായ സംശയമുണ്ട്. അത് ലവളായിരിക്കും. ലവളോ? ലവള് പിയപുരംകാരി, മാഷിന്റെ മകൾ ഗംഗ. പവിത്രൻ എന്തൊക്കെയാ പറയുന്നേ? ഇന്ന് അവിടെ കല്യാണമാ. പിന്നെങ്ങനെയാ അവള് തിരുവനന്തപുരത്തേക്ക് വരുന്നേ? അത് സോളമന്റെ ആരാണ്ടായിരിക്കും. പിന്നെ അവൾ എന്തിനാ അമ്മ ഗിരിയെ തിരക്കി വന്നത്? ഗിരിയെ തിരക്കി വന്നത് സോളമനല്ലേ? അവന്റെ കൂടെ ഏതോ ഒരു പെണ്ണുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അവളുടെ മുഖത്തൊരു ആക്രാന്ത വിക്രാന്തം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആട്ടെ, ഗിരി പോയല്ലോ, അത് തന്നെ സമാധാനം. ഡീ, നീ എന്താ ഇങ്ങനെ നഞ്ചു തന്ന കാക്ക പോലെ നിൽക്കുന്നേ? അവളുടെ മനസ്സിപ്പോഴാ പെണ്ണിന്റെ കൂടെയാ. ഗിരി അവളെ വിളിച്ചോണ്ട് വരത്തിന്റെ സങ്കടമാ പുന്നാര അനിയത്തിക്കും. ഞാൻ ചേച്ചിയോട് അങ്ങനെ പറഞ്ഞു. ആ, പറഞ്ഞാൽ അരിഞ്ഞുകളയും ഞാൻ. അവളും അവിടെ ഒരു സ്വപ്നം കാണലും. ആക്ച്വലി ആ പ്രണയകഥയിലെ നായികയായിരുന്നു പവിത്ര. അവിടെ കാര്യം ഇനി ഇവിടെ മിണ്ടി പോകരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട. ആ, ശകലം മുമ്പ് വരെ പവിത്രൻ തേനായിരുന്നു, പാലായിരുന്നു. ദേ ഇപ്പൊ ആട്ടുന്നു. ഓ, ഈ തള്ള ഇതെന്തൊരു തള്ള! അവളെന്തേടി സുനന്ദ? കുന്തം വിഴുങ്ങിയ പോലെ അവിടെ തന്നെ നിപ്പോണ്ട്. അവക്കല്ലേലും പണ്ടേ ഗിരിന്ന് വെച്ചാ വലിയ പൊണ്ണക്കാരിയുവാ. അവിടെ മുമ്പിൽ വെച്ച് പവിത്രൻ ആ കാര്യം പറയണ്ടായിരുന്നു. സോളമന്റെ കൂടെ വന്ന പെണ്ണിന്റെ കാര്യമാണോ അമ്മേ? ആ, ഇടി സുലോയനെ, ഇനി അത് വാദ്യാരുടെ മോള് തന്നെ ആയിരിക്കുമോ? അതെങ്ങനെയാ അമ്മേ? ഇന്ന് അവളെ വേറൊരുത്തം കെട്ടിയെടുക്കുന്ന ദിവസമല്ലേ? അവരെ പറ്റിച്ചിട്ട് അവള് ചാടിപ്പോന്നതാണെങ്കിലോ? പ്രേമം തലയ്ക്ക് പിടിച്ച സാധനമാ. അതല്ലേ തന്ത ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആ പ്രായത്തിൽ പ്രേമത്തിൽ വീണു പോയാൽ പിന്നെ വെളിവുണ്ടാവില്ല, എന്തും ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺപിള്ളേര്. അമ്മ ചുമ്മാ ഓരോന്നും ചിന്തിക്കണ്ട. ഗംഗ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തിക്കാണും. കഴിഞ്ഞതെല്ലാം മറന്നും കാണും. എന്നാലും എനിക്കെന്തോ മനസ്സിലൊരു കരട് പോലെ. സോളമന്റെ കൂടെ ഗിരി അന്വേഷിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഓടിപ്പിടിച്ച് വരണമെങ്കിൽ അത് അവള് തന്നെ ആയിരിക്കും. ഇനി ആണെന്ന് തന്നെ ഇരിക്കട്ടെ. ഗിരി സ്ഥലം വിട്ട് പോയില്ലേ, പിന്നെ എന്ത് പേടിക്കാനാ അമ്മേ? അവള് വേറെ ട്രെയിൻ കയറി പിന്നാലെ പോവേന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു തരത്തിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അമ്മ അക്കാര്യം വിട്ടുകളാം.
മോള് കാര്യങ്ങൾ മനസ്സിലാക്കണം. നീ സന്തോഷമായി ജീവിക്കുന്നത് കാണാനാ അച്ഛൻ ആഗ്രഹിക്കുന്നു. ഞാൻ എങ്ങനെ ജീവിക്കണം അഥവാ ജീവിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. കോളേജിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് പിരിയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? തമ്മിൽ കാണാതെ ഇനി എങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നല്ലേ? ഒരു കുഴപ്പവും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നു. അത്രയേ ഉള്ളൂ അതിന്റെ ഗൗരവം. അച്ഛാ, ശാരദ എവിടെ മോളെ? കിടക്ക. നീ അമ്മയുടെ അടുത്ത് നിൽക്കണ്ടേ? പാവം, ആകെ തകർന്നിരിക്കുക. ഒപ്പം നിന്ന് സമാധാനിപ്പിക്കണം. ഒരമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഉണ്ടായത്. അമ്മയ്ക്ക് മാത്രമാണോ? അച്ഛനും കൂടെപ്പിറപ്പിനും സഹിക്കാവുന്ന കാര്യമാണോ അവള് ചെയ്തത്? ഇഷ്ടം തോന്നിയ ജീവിതത്തിലേക്ക് അവള് പോയി. അത് മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ചവിട്ടി തേച്ചിട്ട് വേണമായിരുന്നോ? എന്തായാലും പോയി. അങ്ങനെ സംഭവിക്കണമെന്നായിരിക്കും വിധി. നമ്മളിപ്പോ സൗകര്യപൂർവ്വം മറക്കുന്നൊരു വിഷയമുണ്ട്. ഗംഗ പറഞ്ഞതാണ് അവളുടെ അഭിപ്രായം. നന്ദനുമായുള്ള വിവാഹത്തെ എതിർത്തതാണ്. അതിന്റെ കാരണവും വ്യക്തമാക്കിയിരുന്നു. ഞാനുൾപ്പെടെ അതിന് വേണ്ടത്ര വില കൽപ്പിച്ചില്ല. സാരമില്ല, ഒക്കെ ശരിയാവുമെന്ന് വിചാരിച്ചു. അതായത് ഗംഗയുടെ മനസ്സ് കാണാതെ പോയി. നന്നായി ജീവിച്ചു കണ്ടാ മതി. അച്ഛൻ ഇപ്പോഴും അവളെ ന്യായീകരിക്കുന്നു. എന്നിട്ട് സ്വന്തം ഭാഗത്തെ തെറ്റ് കണ്ടെത്തി സ്വയം കുറ്റപ്പെടുത്തുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഗംഗ കാരണം ഉണ്ടായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ഒരെത്തും പിടിയും കിട്ടാതെ നിൽക്കുക എല്ലാവരും. അപ്പോഴച്ഛൻ എന്തിനാ ഇങ്ങനെയെല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇതൊരു തരത്തിൽ സ്വയം കുത്തി നോവിക്കില്ല. അതിലൂടെ സമാധാനം കണ്ടെത്താനുള്ള ശ്രമവും കുറെ കടന്നു പോകുന്നുണ്ടച്ഛ. പറയാതിരിക്കാൻ വയ്യ. ഗംഗ പൂട്ടിയിരിക്കണല്ലോ.
എന്ത് പറ്റിയോ എന്തോ. ഓഫീസിലിരുന്നിട്ട് ഇരുപ്പുറയ്ക്കുന്നില്ല. ഇൻസ്പെക്ഷൻ കഴിയാൻ നിന്നില്ല. ഞാനിങ്ങി പോന്നു. ഗിരി എവിടെന്നെങ്കിലും വിളിച്ചോ? ഇല്ല, എവിടുന്ന് വിളിക്കാനാ? ഇപ്പൊ പഴയതുപോലെ റെയിൽവേ സ്റ്റേഷനിലൊന്നും ടെലിഫോൺ ബൂത്ത് ഇല്ലല്ലോ. പിന്നെ ഒരു വഴിയുള്ളത് സഹയാത്രക്കാരുടെയെങ്കിലും ഫോൺ വാങ്ങി എനിക്കൊരു മിസ്ഡ് കോൾ അടിക്കുക എന്നുള്ളതാ. അത്രത്തോളം മെനക്കെടില്ല. അത്രയ്ക്ക് മൂഡ് ഓഫ് ആയിട്ടല്ലേ അവൻ പോയത്. ഗംഗയുടെ കല്യാണം കഴിഞ്ഞല്ലോ എന്നോർത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചു കാണില്ല അവൻ. പിന്നെ എങ്ങനെ വിളിക്കാൻ തോന്നും? താൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും ഗിരി ഓർക്കുന്നുണ്ടാവില്ല. എന്തെങ്കിലും എടുത്ത് കഴിച്ചോ താൻ? ഇല്ലെന്ന് മുഖം കണ്ടാൽ അറിയാം. ഞാൻ ചായ ഇടാം. ഇപ്പൊ വേണ്ട. ഈ ഇരിപ്പ് കൊണ്ട് എന്ത് പ്രയോജനമാകുന്നേ? വെറുതെ ശരീരം ക്ഷീണിച്ച് അസുഖം പിടിപെടാമെന്നല്ലാതെ ആർക്ക് എന്ത് ഗുണം ഉണ്ടാവാനാ? ആട്ടെ, ഗംഗയ്ക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ഇനിയിപ്പോ ഗിരിയെ പിന്തുടർന്ന് മുംബൈയിലേക്ക് പോകാനൊന്നും പറ്റില്ല. അവൻ മുംബൈയിൽ എത്തിക്കഴിഞ്ഞ് വിളിക്കുമ്പോ എന്ത് പറയണം എന്നുള്ളത് ഒരു വിഷയമാ. ആറ്റുനോറ്റിരുന്ന ഗൾഫിൽ പോകാനുള്ള അവസരവും വിസയും ശരിയായത്. അവന്റെ വീട്ടുകാർ അതിനുവേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടു. പട്ടിണി കിടന്നാലും ഗിരി പോയി രക്ഷപ്പെടണമെന്ന് ആ അമ്മ പ്രതിജ്ഞ എടുക്കുകയായിരുന്നു. അവരുടെ നിശ്ചയദാർഢ്യം, പിന്നെ പെങ്ങന്മാരുടെ ത്യാഗം, ഇതൊക്കെ ചേർന്ന ഗിരിയുടെ യാത്ര സഫലമായത്. പകുതി വഴിയിൽ അത് മുടങ്ങാന്ന് വെച്ചാൽ തന്നെയല്ല, ഗിരി പോയി രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ ഇനി ഗംഗയ്ക്ക് ഒരു ജീവിതമുള്ളൂ. ഇന്നത്തെ ഈ അനിശ്ചിതാവസ്ഥ എത്ര നാൾ തുടരാനാ? അപ്പോ ഗിരി മുംബൈയിൽ എത്തിയിട്ട് വിളിക്കുമ്പോ ഞാൻ വന്ന കാര്യം പറയണ്ടെന്നാണോ? പറയണം, പക്ഷേ എല്ലാം പറയണമെന്ന് ഒന്നുകൂടി ആലോചിക്കണം. പകുതി മനസ്സോടെ അവൻ പോയത്. ഗംഗയുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ യഥാർത്ഥ ചിത്രം അവൻ അറിഞ്ഞ ഗിരി ഓടിപ്പാഞ്ഞിങ്ങെത്തും. പിന്നീട് ഒരിക്കലും അവന് വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്റെ മനസ്സിലൊരു ആശയം തോന്നുന്നു. ഗംഗയ്ക്ക് പോകാവുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തനിക്ക് ചെന്ന് കയറാവുന്ന ഒരിടം. അതിനുള്ള അവകാശവും ഗംഗയ്ക്കുണ്ട്. എവിടെ? ഗിരിയുടെ വീട്. ഗംഗയെ അവനണീച്ച താലിയില്ലെന്നേ ഉള്ളൂ. മനസ്സുകൊണ്ടും എല്ലാ അർത്ഥത്തിലും ഗിരിയുടെ ഭാര്യയുടെ സ്ഥാനത്താണ് ഇപ്പൊ ഗംഗ. പക്ഷേ ഗിരിയുടെ അമ്മയും സഹോദരിമാരും സ്വാഭാവികമായിട്ടും ആദ്യം അമ്പരക്കും, പിന്നെ ദേഷ്യപ്പെടും. പ്രത്യേകിച്ചും അവന്റെ അമ്മ. പക്ഷേ താൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ അവർക്ക് വീണ്ടും വിചാരം ഉണ്ടാവാതിരിക്കില്ല. ഉദരത്തിനുള്ളിൽ മകന്റെ കുഞ്ഞുമായി ഒരു പെണ്ണ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഏതമ്മയ്ക്കാണ് തള്ളിപ്പറയാൻ കഴിയുക? ആദ്യമൊന്ന് ചൂടാവുമെങ്കിലും അവർ ഗംഗയുടെ മുമ്പിൽ വീടിന്റെ വാതിൽ വലിച്ചടക്കില്ല. അതെ ഗംഗ, തനിക്കിനി ഗിരിയുടെ വീടാണ് ആശ്രയം. പിന്നീടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ആലോചിക്കാം. ഗംഗേച്ചിയല്ലേ?
ഗിരിയുടെ അനിയത്തിയ സുനന്ദ. ഗിരിയേട്ടൻ വിളിച്ചോ? വിശേഷമൊക്കെ പറയാം. അമ്മയില്ലേ ഇവിടെ? ആ ഉണ്ട്. വാ ചേച്ചി, അകത്തേക്കിരിക്കാം. വാ ചേച്ചി. ഗംഗേ വാ. അച്ഛനും അമ്മയും ഇവളെ സ്നേഹിച്ചു. അതിലുപരിയായി നമ്മൾ പ്രേക്ഷകർ സ്നേഹിച്ചു. എന്നിട്ടും ഈ പെൺകുട്ടി ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഗംഗയ്ക്ക് സ്വന്തം ജീവിതം കൈവിട്ടു പോവുകയാണോ? കാത്തിരുന്നു കാണുക നിങ്ങളുടെ സ്വന്തം ദൂരദർശൻ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുമുപുവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുമുപുവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.